ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ വാക്കുകളൊക്കെ അതിലടക്കുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കുക. ആരോട് എന്തും പറയാനുള്ള ലൈസൻസ് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇവനൊരു പാവമായതുകൊണ്ടാണോ നീ അവന്റെ തലയിൽ കയറുന്നത്? അഹങ്കാരം കയറി നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. സത്യം പറഞ്ഞാ ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതെന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ദീപക് വല്ല കുരുത്തക്കേടിലും ചെന്ന് ചാടിയോ? അതൊന്നുമല്ല. ഇന്നലെ തലകറക്കം വന്ന് നീ ഹോസ്പിറ്റലിൽ പോയെന്ന് അറിഞ്ഞപ്പോ മുതല് മനസ്സ് വല്ലാതെയായി. രാത്രിയില് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്താ കിടന്നേ. നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ. വിശ്വസിച്ച് കൂടെ കൂടിയവള് ചതിച്ചിട്ട് പോയി. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. അത് നിസ്സാരമാണ്. പിന്നെ ഇതൊരു തലകറക്കമല്ലേ, മരുന്ന് കഴിച്ച് പതങ്ങ് മാറി. പിന്നെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് എന്റെ തലയെഴുത്തല്ലേ. അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ തരവില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ വിഷമിക്കണ്ട. നിന്നെ ചതിച്ചവളെ ദൈവം വെറുതെ വിടില്ല. ആരോഗ്യം നോക്കണം മോനെ. ഈ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കേ. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. ആരോഗ്യമില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. തിരക്കുകളൊന്നും അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല ചേച്ചി. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയില്ല ഞാൻ. ഞാനേ എന്റെ ഉത്കണ്ഠയും ടെൻഷനും കൊണ്ട് പറഞ്ഞതാ. നീ ഒന്ന് ശ്രദ്ധിച്ചാ മതി. അല്ല, ഇന്ന് ഓഫീസിൽ പോകേണ്ടതല്ലേ? നീയേ വേഗം എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്ക്. ആ അതെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറന്നുപോകും. എന്ത് ചേച്ചി? നമ്മുടെ ഋതുമോളും രാജുവും തമ്മില് എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? നീ ഇന്നലെ ശ്രദ്ധിച്ചില്ലേ? അവള് വഴക്കിട്ടാ വന്നേ. ആദ്യം ആ ഡ്രൈവർ വേണു അവളെ ഇവിടെ കൊണ്ടുവന്നാക്കി. പിറകെ രാജുവും വന്നു. അവര് വലിയ കാരണങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരല്ലേ ചേച്ചി. ചെറിയ സൗന്ദര്യപ്പിണക്കം വല്ലതും ആയിരിക്കും. സൗന്ദര്യ പിണക്കൊന്നും അല്ല, ഇതിത്തിരി കാര്യമായിട്ടുള്ള വഴക്കാ. അവളില്ലേ ആ ഋതിക, അവള് മഹാപ്രശ്നക്കാരിയാ പ്രതാപ. തൊട്ടേനെ പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കും. വെറുതെ അവന്റെ മേക്കിട്ട് കയറും. പിന്നെ ആ ഋതികയുണ്ടല്ലോ, അവള് അവളുടെ അമ്മയുടെ തനി പകർപ്പാ. ആ പത്മയുടെ അതേ സ്വഭാവം. അമ്മ വേലി ചാടി, മകളും മതില് ചാടാതിരുന്നാ മതി. കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? മനസ്സിൽ എന്തെങ്കിലും വിഷമമുള്ളവർക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റോ? തെറ്റ് ചെയ്യുന്നവർക്ക് അത് തെറ്റായി തോന്നിയാലല്ലേ കുറ്റബോധം ഉണ്ടാവും. ഇതെന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്ക്. ഇത്ര നിസ്സാരമായിട്ടാ എന്നെ ചതിച്ചത്. മനുഷ്യർക്ക് ഇത്രയ്ക്ക് ദുഷ്ടന്മാരാവാൻ പറ്റോ? മോളെ, ഋതുമോളെ,
ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് ചെറിയമ്മ. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒരുപാട് നേരമായോ? ഞാൻ ബെഡ് കോഫി കൊണ്ടുവരാൻ താമസിച്ചോ? ഏയ് ഇല്ല, ഞാനിപ്പോ വാതക്കലും മുട്ടുകെട്ടപ്പോഴേ എഴുന്നേറ്റ്. മനസ്സമാധാനം നഷ്ടപ്പെട്ടവർക്ക് ഉറക്കം വരില്ല. കുറ്റങ്ങൾ മാത്രം ചെയ്യുന്നവര് സുഖമായിട്ട് കിടന്നുറങ്ങും. എന്തു പറ്റി? രാവിലെ ഒരു ഇറിറ്റേറ്റഡ് മൂഡ്. എന്തിത്ര ദേഷ്യം? ഇന്നലെ വന്നപ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആ, ഇന്നൊരല്പം കൂടി. എന്തു പറ്റി മോളെ? രണ്ടുപേരും തമ്മില് വഴക്കാ? രാജു, ആ ഏയ് എനിക്ക് വഴക്കൊന്നുമില്ല. ചിലർക്കൊക്കെ ആക്ടിങ് നന്നായിട്ട് അറിയാം. എല്ലാവരുടെ മുൻപില് ഭംഗിയായിട്ട് അഭിനയിക്കും. മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ തോൽപ്പിക്കുന്ന ആക്ടിങ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഓ, ആളെ എന്ത് പാവം, എന്ത് നല്ല സ്വഭാവം, ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസും ഇല്ല, പഞ്ചപാവം. പാലും വെള്ളവും പാവയ്ക്കയും മാത്രം കഴിക്കുന്നവൻ. നിനക്ക് എന്തു പറ്റി മോളെ? നീ എന്തിനിങ്ങനെ പിച്ചും പേയും പറയുന്നേ? എന്ത് പ്രശ്നം? ഷെയർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ ഷെയർ ചെയ്യേ, അതിന് പരിഹാരം ഉണ്ടാവും. എന്റെ കഷ്ടകാലം ഒന്ന് മാത്രം പറഞ്ഞാ മതിയല്ലോ. വീട്ടുകാരോട് പറഞ്ഞ എന്നെയല്ലേ കുറ്റപ്പെടുത്തു. കാരണം എന്റെ താല്പര്യപ്രകാരം നടത്തിയ മാരേജ് ആണല്ലോ. രാജു എങ്കിലും പറയേ, നിങ്ങൾ തമ്മില് ഈ പിണക്കത്തിന് എന്താ കാരണം? ഞാൻ നിരപരാധിയാണ് മാഡം. ഋതിക മാഡത്തിന്റേത് വെറും തെറ്റിദ്ധാരണ മാത്രമാ. മിണ്ടരുത് രാജു. എല്ലാവരും കരുതി ഇയാളൊരു നിഷ്കളങ്കനാണെന്ന്. പക്ഷെ ചതിയന ഇയാള്, ചതിയൻ. ഋതികേ, നിന്റെ വാക്കുകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കുക. ആരോട് എന്തും പറയാനുള്ള ലൈസൻസ് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇവനൊരു പാവമായതുകൊണ്ടാണോ നീ അവന്റെ തലയിൽ കയറുന്നത്? അച്ഛൻ അഹങ്കാരം കയറി നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അച്ഛനും മുത്തശ്ശിയും ചെറിയമ്മയും ചെറിയച്ഛനൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി ഇവനായിട്ട് ഇങ്ങനെ കൊരങ്ങളിപ്പിക്കരുത് നീ. അത് ഇവിടെ ആരുടെ മുമ്പിൽ വില പോവില്ല. ഒരു പുതിയ ഭാര്യ ഇറങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ ലോകത്തുള്ള ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അകലേ നോവിനാലേ